ഹലോ, ഇന്ന് രാവിലെ തന്നെ ഒരു സെറ്റിംഗ് ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ വരത്തിലാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. ഇത് അടുത്ത് നിന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഈ ഒരു കൃഷിയിടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. മാഷാ അല്ലാഹ്, എന്ത് ഭംഗിയുണ്ടായിരുന്നു. റോഡിൽ നിന്ന് ലോങ് വ്യൂ കാണുന്ന പോലെ അടുത്തുനിന്ന് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നാടൊക്കെ വിട്ട് വേറെ കണ്ടോ എന്നൊരു ഫീലിംഗ് ആയിരുന്നു. മൈൻഡൊക്കെ താനേ റീഫ്രഷ് ആവുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. സത്യം പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യകാന്തി പൂക്കളുടെ അടുത്ത് വന്ന് കണ്ട് ആസ്വദിച്ച് 4, 3, 7 ഫോട്ടോസ് എടുത്ത് പോകാന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്ന സമയത്താണ് അറിയണത് സൂര്യകാന്തിയുടെ കൃഷി മാത്രമല്ല, ഒരു ഏക്കറിലായിട്ട് സൂര്യകാന്തി കൃഷിക്കൊപ്പം കുറച്ച് പച്ചക്കറികളും കൂടി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ണിനും മനസ്സിനൊക്കെ ഭയങ്കര കുളിർമയേകുന്ന ഒരു കാഴ്ച. ഇത് കണ്ടോ, വാട്ടർമെലനൊക്കെ വലുതായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. സോ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് അവരുടെ പെർമിഷൻ ഒരിക്കൽ കൂടി വാങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഷാഫിക. യെസ്, ഷാഫിയ നജമുനിസ ദമ്പതികളുടെ കഠിനാധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ക്ഷമയുടെയും വിജയഫലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. എ ബിഗ് സല്യൂട്ട് ടു ബോത്ത് ഓഫ്. സൂര്യകാന്തി കൃഷിക്ക് പുറമെയായിട്ട് ഇവിടെ പയറ്, ഷമാമ്, വെണ്ട, കിയാറ്, വെള്ളരി, വാട്ടർമെലൻ, ചെരങ്ങ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കൂടി ഇവിടെ കൃഷി ചെയ്തെടുക്കുന്നുണ്ടെന്ന് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ കടകളിൽ കൊണ്ടു കൊടുക്കാറാണ് പതിവ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ച സമയത്ത് അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നല്ല ഫ്രഷ് പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ 9605812216 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഈ ഒരു വീഡിയോ ഇവരുടെ നാട്ടിലെ മെമ്പറോ മറ്റേതെങ്കിലും സംഘടനാ പ്രവർത്തകരോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ അവർക്കൊരു അഭിനന്ദനോ സപ്പോർട്ടോ കാര്യങ്ങളോ നൽകിയിട്ടില്ലെങ്കിൽ ഒരു അവാർഡോ കാര്യങ്ങളോ കൊടുത്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് നല്ലതാകും കേട്ടോ. ഇനി നൽകിയിട്ടുണ്ടെങ്കിൽ സന്തോഷം. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗം എന്നതിലപ്പുറം നല്ലൊരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജും കൂടിയാണ് അവർ നൽകുന്നത്. ഇത് പിന്നെ അവരുടെ ബ്രദർ ആയിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണാനും ആസ്വദിക്കാനും ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. സന്ദർശന സമയം ഇവര് കേട്ടല്ലോ, വൈകിട്ട് 4 തൊട്ട് 6 വരെ സന്ദർശകർക്ക് അവിടെ അനുമതിയുണ്ട്. 10 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. ഇതിനിപ്പോ ടിക്കറ്റ് ഒക്കെ വേണമെന്ന് ചോദിക്കണല്ലോ. ഇത് പൂത്തതും കാഴ്ചതും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിന് ബിഹൈൻഡിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാം. ഈ ലൊക്കേഷൻ വരുന്നത് വേവ് ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടല്ലോ, അതിനോട് അടുത്താണ് പുതിയ തുപ്പുറായ അരീക്കാട്ടുപാടം. ഈ ഒരു വീഡിയോ കുറച്ച് മജാകാൻ വേണ്ടിയിട്ട് പൂക്കളും പച്ചക്കറികളൊക്കെ ഞാൻ തൊട്ടും നല്ലൊടിയിട്ടാണ് വീഡിയോ എടുത്തത്. സോ നിങ്ങൾ അതിന് നിൽക്കില്ല കേട്ടോ. അവിടുത്തെ മക്കള് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ആളുകളൊക്കെ വന്നിട്ട് ഇത് നശിപ്പിക്കുന്നുണ്ട്. സോ നമ്മളായിട്ട് എന്തിനാ അതിലൊക്കെ നിൽക്കുന്നത്? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു പച്ചക്കറി തോട്ടാണെങ്കിൽ അതെങ്കിലും ചെയ്തെടുക്കണം എന്ന മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ബാദ്ഷാ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ ശരി, ബൈ.